ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ കോഴിക്കോടുള്ള കക്കാടംപൊയിലെ 2 വാട്ടർ തീം പാർക്കിൻ്റെ റിവ്യൂ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ നോക്കാൻ പോകുന്ന പാർക്ക് ഏതെന്ന് വെച്ചാൽ ഫോഗി മൗണ്ടൈൻ. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൻ്റെ എൻട്രൻസ് ഒക്കെ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. പാർക്കിംഗ് ഒന്നും വേറെ കണ്ടില്ല, നമ്മൾ ആ സൈഡിൽ ആ റോഡിൻ്റെ മേലെ തന്നെയായിരുന്നു അതിൻ്റെ കാർ പാർക്കിംഗ് ഒക്കെ വന്നിരുന്നത്. പിന്നെ നമ്മളിവിടുത്തെ ടിക്കറ്റ് റേറ്റ് നോക്കുകയാണെങ്കിൽ കിഡ്സിന് വന്നിട്ട് 450 രൂപയും അഡൽറ്റിന് 799 രൂപയായിരുന്നു. അങ്ങനെ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തിട്ട് എൻ്റർ ആവാൻ പോവുകയാണ്. അതിനുവേണ്ടി നമ്മൾ കയ്യിൽ ബാൻഡൊക്കെ അവർ കെട്ടിത്തരുന്നുണ്ടായിരുന്നു. ഇങ്ങനെ നമ്മൾ വലിയ പാർക്കിൻ്റെ സെറ്റപ്പൊക്കെ കണ്ടപ്പോൾ നമ്മളൊരു നല്ല കാര്യമായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടെന്ന്. എന്തായാലും നമുക്ക് പോയി നോക്കാം. ആദ്യം തന്നെ നമ്മൾ വരുമ്പോൾ ഇതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ചെറിയൊരു ബോട്ടിംഗ് ഒക്കെ ചെയ്യുന്ന പ്ലേസ് കാണാം. ചെറിയൊരു പൂള് പോലെ ഉണ്ടാവും കേട്ടോ. നല്ല ഗ്രീൻ കളറായിട്ട് നല്ല അടിപൊളിയായിരുന്നേ. ഇതെല്ലാം നമുക്ക് ആ ടിക്കറ്റിൽ ഉൾപ്പെടുന്നത് തന്നെയാണ് കേട്ടോ. ഒരു ടിക്കറ്റ് എടുത്താലും നമുക്ക് എല്ലാ റൈഡ്സും ഫ്രീ ആണ്. പക്ഷെ നമ്മുടെ മെയിൻ ഉദ്ദേശം എന്ന് വെച്ചാൽ നമുക്ക് പൂളിലിറങ്ങണം, ഇവർക്ക് റൈഡ്സിലൊക്കെ കയറണം എന്ന് പറഞ്ഞിട്ടാണ്. പക്ഷെ കണ്ടപ്പോൾ ഒരു ചെറിയൊരു കിഡ്സിനൊക്കെ കളിക്കാൻ പറ്റിയ റൈഡ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വേറെ പൂളും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമായിരുന്നേ. അപ്പോൾ നമ്മളിങ്ങനെ മേലോട്ട് പോകുന്തോറും അവിടെ കാണാനുള്ളത് ജെയിൻസിങ് ഉണ്ട് മെയിനായിട്ട്. പിന്നെ അതേമാതിരി സിപ്പ് ലൈൻ ഉണ്ട്, റോപ്പ് ഉണ്ട്, അതേമാതിരി കിഡ്സിൻ്റെ പാർക്കും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ കിഡ്സിൻ്റെ ഏരിയ ഉള്ളത്. പിന്നെ അതിൻ്റെ മേലെ ഭാഗത്തൊക്കെയാണ് ജെയിൻസിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളത് കേട്ടോ. ശരിക്കും നമുക്കാണ് കേട്ടോ ഗൈസ് മിസ്റ്റേക്ക് പറ്റിയത്. അമ്യൂസ്മെൻറ്റ് പാർക്കാണെന്ന് വിചാരിച്ച് വന്നതാണ്, പക്ഷേ സത്യത്തിൽ ഇത് അഡ്വഞ്ചർ പാർക്കായിരുന്നു. അങ്ങനെ ഗൈസ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഒരുപാട് പണിയും കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. ഫ്യൂച്ചറിൽ നമുക്ക് പ്രതീക്ഷിക്കാം, അത്രയേ ഉള്ളൂ. പിന്നെ നമ്മൾ എടുത്ത ടിക്കറ്റിന് എന്തെങ്കിലും മുതലാക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ബോട്ടിങ് ചെയ്തു കേട്ടോ. ഇത് പിന്നെ പറയാതിരിക്കാൻ പറ്റും കേട്ടോ, നല്ല അടിപൊളി ആംബിയൻസ് ആയിരുന്നു ഇവിടെ. ആ ലേക്ക് തന്നെ കാണാൻ വേണ്ടിയിട്ട് നല്ല രസമായിരുന്നു കേട്ടോ, നല്ല ഗ്രീൻ കളറായിട്ട്. പിന്നെ നമുക്ക് ഇത് മാത്രമല്ല, അവിടെ സ്പീഡ് ബോട്ട് അതുപോലെ തന്നെ സൈക്ലിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഫോഗി മൗണ്ടിൽ വന്നിട്ട് നമ്മൾ ആകെപ്പാടെ എൻജോയ് ചെയ്തത് ഈ ഒരു ഐറ്റം മാത്രമേ പറയാൻ പറ്റുള്ളൂ കേട്ടോ. ഇവിടുന്ന് ഇങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് ആലപ്പുഴേൻ്റെയൊക്കെ ഒരു ചെറിയൊരു ഭാഗം പോലെയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അത്രയും ബ്യൂട്ടിഫുൾ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഗൈസ് ടോട്ടലി നോക്കുകയാണെങ്കിൽ ഈ പാർക്ക് അഡ്വഞ്ചർ റൈഡ്സൊക്കെ പ്രതീക്ഷിച്ച് വരുന്നവർക്ക് ഓക്കെ ആയിരിക്കും കേട്ടോ. നമുക്ക് എന്തായാലും അത്ര വർത്തായിട്ട് തോന്നിയില്ല. അപ്പോൾ അടുത്ത് നമ്മൾ പോകുന്നത് സ്കൈ വേവിലേക്കാണ്. ഇതിൻ്റെ എൻട്രൻസ് തന്നെ ഒരു രക്ഷയില്ല കേട്ടോ, അടിപൊളി ഫീലായിരുന്നേ ഇവിടെ വന്നപ്പോൾ. പിന്നെ സ്കൈ വേവിനെ പറ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ 1 വർഷമൊന്നും ആയിട്ടില്ല കേട്ടോ പാർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട്. പാർക്കിംഗ് കഴിഞ്ഞ് നമ്മളിങ്ങോട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് വരുമ്പോൾ കുറേ ആനിമൽസിനെ ഇങ്ങനെ കാണാം കേട്ടോ പിക്ചർ. പിന്നെ നമ്മൾ ടിക്കറ്റ് കൗണ്ടറിൽ എത്തിയിട്ടുണ്ട്. ടിക്കറ്റ് റേറ്റ് നോക്കുകയാണെങ്കിൽ അഡൽറ്റിന് 849 രൂപയും ചിൽഡ്രൻസിന് വന്നിട്ട് 549 ആയിരുന്നു കേട്ടോ. ഈ ഒരു ടിക്കറ്റ് മാത്രം മതി കേട്ടോ എല്ലായിടത്തേക്കും നമുക്ക്. പിന്നെ ഫുഡിന് നമുക്ക് എക്സ്ട്രാ കൊടുക്കണം. അപ്പോൾ ഇത് നോക്കുകയാണെങ്കിൽ നമ്മളുടെ ടിക്കറ്റ് കൗണ്ടറിൻ്റെ പുറത്ത് നിൽക്കുമ്പോൾ ഉള്ള ഒരു വ്യൂ ആണ്. ചുറ്റും നോക്കുകയാണെങ്കിൽ നല്ലൊരു അടിപൊളിയാണ് കേട്ടോ ഇവിടുത്തെ ആംബിയൻസ് പറയുകയാണെങ്കിൽ. അപ്പോൾ ഇതാണ് നമ്മുടെ പാർക്കിലേക്കുള്ള എൻട്രൻസും അതുപോലെ എക്സിറ്റും ഈ വഴി കൂടെ തന്നെയാണ് കേട്ടോ. അവർ ആ കാർഡ് സ്വൈപ്പ് ചെയ്യുമ്പോൾ നമ്മളെ അകത്തേക്ക് വിടുന്നതാണ്. പിന്നെ ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എന്താ പറയുക, ഭയങ്കര ഹൈജീനിക് ആണ് കേട്ടോ. നല്ല ഒരു ക്ലീൻ ആയിട്ടുള്ള ഒരു പാർക്കെന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ കുറേ പാർക്കിലും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടെങ്കിലും ഇങ്ങനെ നല്ല ക്ലീൻ, ഇതിപ്പോൾ ന്യൂലി ആയതുകൊണ്ടായിരിക്കും നല്ല വൃത്തിയായിരുന്നു കേട്ടോ അവിടെയൊക്കെ. പിന്നെ നമ്മൾ അങ്ങനെ വരുമ്പോൾ അവിടെ ലോക്കർ അതുമാതിരി തന്നെ ഡ്രസ് ചേഞ്ച് ഏരിയ, വാഷ്റൂമൊക്കെ അവൈലബിൾ ആണ്. നമ്മൾ ലോക്കറിൻ്റെ കീ വാങ്ങിക്കുമ്പോൾ നമ്മൾ 100 രൂപ അവിടെ പേ ചെയ്യണം. തിരിച്ച് നമ്മൾ പോരാൻ നേരത്ത് അവർ 50 രൂപ നമുക്ക് റിട്ടേൺ തരുന്നതാണ് കേട്ടോ. പൊതുവേ നമ്മളിങ്ങനെ വാട്ടർ തീം പാർക്കിലൊക്കെ പോയാൽ കാണാം എല്ലായിടത്തും ആൾക്കാരൊക്കെ വെള്ളം എല്ലാം ചവിട്ടി അങ്ങനെയൊക്കെയാണ് ഞാൻ കണ്ടിട്ടുള്ളൂ കേട്ടോ. പക്ഷേ ഇവിടെ എന്ന് വെച്ചാൽ ഇവർ സ്ട്രിക്റ്റായിട്ട് പറയുന്നുണ്ട്, ഡ്രൈ ആയിട്ടുള്ള റൈഡ്സിലൊക്കെ കയറിയിട്ട് മാത്രമേ ഇവർ നമ്മുടെ വാട്ടറിലേക്ക് എൻ്റർ ചെയ്യുള്ളൂ.
അപ്പോൾ നമ്മൾ ആദ്യം ജസ്റ്റ് ഏതൊക്കെ റൈഡ്സ് ആണ് ഉള്ളതെന്നൊക്കെ നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞ് മേലെ കൂടെയൊക്കെ പോയി ഒന്ന് റൗണ്ട് അടിച്ച് വന്നു. അപ്പോഴാണ് അവിടെ ഒരു 8Dൻ്റെ ഷോ കണ്ടത്. നമ്മളൊന്ന് ചെറുപ്പത്തിലൊക്കെ 3D ഷോ കാണാൻ ഭയങ്കര പേടിയായിരുന്നു കേട്ടോ. ഇപ്പോൾ ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്, എവിടെ കണ്ടാലും കയറും കേട്ടോ ആൾ. ഇതിൻ്റെ അവസാന ഭാഗമൊക്കെ ആകുമ്പോഴത്തേനും നമ്മുടെ കാലിലേക്ക് ശരിക്കും അവർ ഫോഗ് സ്പ്രേ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നല്ലൊരു രസമായിരുന്നു. അങ്ങനെ നമ്മളതൊക്കെ കണ്ടിറങ്ങി സ്കൈ ഡ്രൈവൊക്കെ മേലെ പോകുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നേരെ വന്നത് കിഡ്സിൻ്റെ ഏരിയയിലേക്കാണ് കേട്ടോ. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ വലിയ ആൾക്കാർ റൈഡ്സിലും പൂളിലൊക്കെ ഇറങ്ങാൻ പോവുകയാണെങ്കിൽ നമുക്ക് കുട്ടികളെ ഇവരെ ഏൽപ്പിച്ചിട്ട് പോകാം കേട്ടോ. ഇവിടെ അവരെ നോക്കാനായിട്ട് കെയർ ടേക്കേഴ്സ് ഒരുപാടുണ്ട്. ഒന്നും നമുക്ക് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. കുറച്ച് ചേച്ചിമാർ ഇവിടെ ഉണ്ടാവും കുട്ടികളെയൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്. അവർ വീഴാതെയും അതുമാതിരി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിപ്പോകാണ്ടൊക്കെ നോക്കാൻ വേണ്ടി നന്നായിട്ട് കെയർ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. ആ ടൈമിൽ നമുക്ക് വലിയവർക്ക് അഡ്വഞ്ചറായിട്ടുള്ള റൈഡ്സിലൊക്കെ പോയി എൻജോയ് ചെയ്യാവുന്നേ ഉള്ളൂ. നമ്മുടെ മക്കൾസ് പിന്നെ അറിയാലോ മെയിനായിട്ട് വെള്ളത്തിൽ ഇറങ്ങാനായിട്ടാണ് വന്നത്. അപ്പോൾ അധികം നേരമൊന്നും ഇവിടെ കളിച്ചില്ല കേട്ടോ, നമ്മുടെ കൂടെ തന്നെ അങ്ങ് പോന്നു. പിന്നെ അങ്ങനെ അവിടെ വിട്ടിട്ടും വന്നില്ല കേട്ടോ. പിന്നെ എന്തായാലും സംഭവം കൊള്ളാം. കാരണം ഇതുവരെയ്ക്കും ഒരു പാർക്കിൽ ഞാനങ്ങനെ കണ്ടിട്ടില്ല കുട്ടികളെ കെയർ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ഒരു സെക്ഷൻ. പിന്നെ നമ്മൾ നേരെ പൂളിലേക്ക് ഇറങ്ങാൻ വേണ്ടി പോവുകയാണ്. ഇതാണ് നമ്മൾ കയറി വരുമ്പോൾ ആദ്യം കാണുന്ന പൂള്. ഇവിടെ കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ തന്നെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ്. ടൈം ഏകദേശം ഉച്ചയായിട്ടുണ്ട്, എന്നാലും നമ്മുടെ വെള്ളമൊന്നും അങ്ങനെ ചൂടായിട്ടില്ല കേട്ടോ. നല്ല ഒരു കൂളിംഗ് ആയിരുന്നു. അത് കഴിഞ്ഞ് നമ്മുടെ വേവിൻ്റെ ടൈം ആയപ്പോഴത്തേനും എല്ലാവരും വേവ് പൂളിലേക്ക് വന്നിട്ടുണ്ട്. അതിൻ്റെ മേലെ ഭാഗത്താണ് ഇതുള്ളത്. വേവിൻ്റെ ടൈം നമുക്കവിടെ വണ്ടർലയൊക്കെ പോലെ എഴുതി കാണിക്കുകയൊന്നുമില്ല, ജസ്റ്റ് ഒരു മൈക്കിൽ അനൗൺസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഫുഡ് കഴിക്കാനായിട്ട് ഫുഡ് കോർട്ടിലേക്ക് വന്നിട്ടുണ്ട്. പിന്നെ ഫുഡിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് നോർമലായിട്ടുള്ള എല്ലാ ഫുഡ് ഐറ്റംസും അവൈലബിൾ ആയിരുന്നു. അതുമാതിരി തന്നെ ഹോട്ടൽസിലൊക്കെ നമുക്ക് കിട്ടുന്ന അതേ റേറ്റും കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിരുന്നപ്പോഴത്തേനും ഫുഡ് കോർട്ടിൻ്റെ ഫ്രണ്ടിലായിട്ട് മാജിക് ഷോ നടക്കാൻ പോവുകയാണെന്ന് ഇങ്ങനെ അനൗൺസ്മെൻറ്റ് കേട്ടു കേട്ടോ. അപ്പോൾ പിന്നെ അതും കൂടി കാണാമെന്ന് വിചാരിച്ചു. പിന്നെ നോക്കുകയാണെങ്കിൽ ഇതൊരു നോർമൽ വർക്കിംഗ് ഡേ ആയതുകൊണ്ടായിരിക്കാം ഇവിടെ അധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഇന്ന്. അപ്പോൾ മാജിക് ഷോ ഒക്കെ അവിടെ ഉണ്ടായിരുന്ന കുഞ്ഞു മക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമായി. അവരെ ഒന്ന് ജസ്റ്റ് എൻ്റർടൈൻ ചെയ്യിക്കാൻ വേണ്ടി ഒരു ചെറിയൊരു ഷോ തന്നെയായിരുന്നു കേട്ടോ. ഇത് മാത്രമല്ല കേട്ടോ, വേറെയും നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരുപാട് ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ വെള്ളത്തിലിറങ്ങാൻ വേണ്ടി മാത്രമാണ് ഇന്ന് വന്നത് കേട്ടോ, അതായി വീഡിയോയിൽ ഇതൊന്നും കാണാത്തത്. അങ്ങനെ മാജിക് ഷോ കഴിഞ്ഞിട്ട് നമ്മൾ കിഡ്സ് പാർക്കിലേക്ക് ഒന്നും കൂടി വന്നേക്കുവാണേ. അപ്പോഴത്തേനും കണ്ടില്ല നല്ല ക്ലൈമറ്റൊക്കെ ചേഞ്ചായി വന്നിട്ടുണ്ട്. നല്ല മഞ്ഞൊക്കെ മേലേന്ന് ഇറങ്ങി വരുന്ന പോലെ നല്ലൊരു വ്യൂ ആയിരുന്നു കേട്ടോ അവിടെ. പിന്നെ ഗൈസ് ഇവിടുത്തെ ടൈം നോക്കുകയാണെങ്കിൽ 11 to 5 ആണ് നോർമലി. പിന്നെ നമുക്ക് സാറ്റർഡേ സൺഡേസിൽ 6 o'clock വരെ അവൈലബിൾ ആണ്. സോ ഗൈസ് നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.